ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് വെക്കേഷന് മുന്നേ ഉള്ളതാണ് കേട്ടോ. വെക്കേഷൻ്റെ മുന്നത്തെ ദിവസം ഞാനത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇടാനാ വോയിസ് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അറിയാമല്ലോ, നാട്ടിൽ പോയാൽ ബിസി ആയിരുന്നു. ഞാൻ മറ്റുള്ള വീഡിയോകളൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ടീച്ചേഴ്സ് ആദ്യം കണ്ടില്ലേ, 3 ടീച്ചേഴ്സ്, അവർ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് അവർ അവിടെ സ്കൂളിൽ കേക്കൊക്കെ വാങ്ങിച്ചു, മുറിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എല്ലാവരും കൂടി എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിരിയാം, ഒരു കൊല്ലത്തെ മെമ്മറീസ് എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിസ്സ പോയിന്റിൽ പോയി. അപ്പോൾ പിസ്സ പോയിന്റിൽ പോയപ്പോൾ ഈ മാം എൻ്റെ മോളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ വർക്കൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ പോയതേ. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ പിസ്സ പോയിന്റിൽ പോയിട്ടുണ്ടെങ്കിൽ പിസ്സ കഴിക്കാൻ പോയാൽ പിസ്സ കഴിക്കില്ല, സ്റ്റാർട്ടർ കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കെന്തോ ഉണ്ണിക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പിസ്സ വാങ്ങിച്ച് തന്നിട്ടേ കഴിച്ചപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം എനിക്ക് പിസ്സ കാണുമ്പോൾ അന്നത്തെ ഓർമ്മയെ വരാം. അത് കാരണം ഞാൻ പിസ്സ തീരെ കഴിക്കില്ല. മുന്നേ വർക്ക് ചെയ്ത സ്കൂളിലും ടീച്ചേഴ്സിൻ്റെ കൂടെ പോയാലും സ്റ്റാർട്ടറൊക്കെ കഴിച്ച് ഞാനിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞു കഴിച്ചു നോക്ക്, ടേസ്റ്റ് നോക്കാണ്ടോ ഇഷ്ടം എന്താണെന്നറിയില്ല. ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് ആ ഒരു ഫീലിംഗ് ഒന്നും പോവാത്ത കാരണം തോന്നുന്നുണ്ട്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ പോകണം അങ്ങനെയൊക്കെ കൺഫ്യൂഷനായിരുന്നു. ഇവിടെ നിറച്ച് പിസ്സ സെൻറ്ററുകളുണ്ട്. അപ്പോൾ പക്ഷേ പലരും അവിടെ പോവുക, അവിടുത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു. അൺലിമിറ്റഡ് എന്നല്ല പറയുക. അപ്പോൾ അങ്ങനെ നല്ല വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നു, പിസ്സയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തത് കാരണം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന തന്നെയാണോ ഇതെന്ന് അറിയില്ല. നാട്ടിൽ ഇതുവരെയ്ക്ക് ഞാൻ അൺലിമിറ്റഡിൽ പോയിട്ടില്ല. എന്തായിരുന്നു വെച്ചാൽ ഫ്രൂട്ട്സ്, ഒരു സൈഡിൽ ഫ്രൂട്ട്സ് സലാഡ്സുകൾ പല സൈസ് ഉണ്ടായിരുന്നു. പിന്നെ ചോറ്, ബിരിയാണി പോലെ ഫ്രൈഡ് റൈസ്, പിന്നെ മഞ്ചൂരിയൻ റൈസ്, പിന്നെന്താ അങ്ങനെ കുഞ്ഞു ഇതിലെ വെച്ചുള്ള കാരണം അത്ര ക്ലിയർ ആയിട്ട് ആയിട്ടില്ല വീഡിയോ. ഞാൻ അന്നാണെങ്കിൽ പിന്നെ എനിക്ക് നോക്കാനും നേരം കിട്ടിയില്ല. ഇത് പാസ്തയുടെ വെറൈറ്റീസ് ആട്ടോ. അതിൽ പാസ്ത പലതരം ഒക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം സ്റ്റാർട്ടർ കിട്ടി. അത് നമ്മുടെ എന്താ പറയുക, ഫ്രഞ്ച് ഫ്രൈസ്, അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ കൂളായിട്ടിരിക്കുമ്പോഴേക്കും സൂപ്പ് കൊണ്ടുവന്നു കേട്ടോ. ഇതാ ഹോട്ടലിൻ്റെ ഇത് ഞാൻ ഒന്നും കൂടി എടുത്തത്. അവിടെ പാനിപൂരിയുടെ സെൻറ്ററായിരുന്നു. ഇവിടെ കേക്കാണ്, വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ആയിരുന്നു. പിന്നെ അപ്പുറത്ത് ഉണ്ട് നമ്മുടെ സ്നാക്സ്, ഈ നമ്മുടെ മിച്ചറൊക്കെ പോലത്തത് കിട്ടില്ല, അങ്ങനത്തത്. അപ്പോൾ എല്ലാവരും കുഞ്ഞുകുട്ടികളെ പോലെ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ കഴിച്ചു. അത് കഴിഞ്ഞത് ഞാനും വേറെ ടീച്ചറും കൂടിയിട്ട് ഒരു പ്ലേറ്റിൽ എടുത്തത് കേട്ടോ. 2 പ്ലേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരെണ്ണത്തിൽ എടുത്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, എന്നിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടത് പിന്നെ വാങ്ങാം, അങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ എടുത്തു. അപ്പം എന്നത്തെ പോലെയും എവിടെ പോയാലും എനിക്ക് ആദ്യം മഞ്ചൂരിയനാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഞാൻ മഞ്ചൂരിയനാണ് നോക്കിയത്. ഞാനും ഈ ടീച്ചറും കൂടിയിട്ടാണ് കഴിച്ചത്. ഈ ടീച്ചർ സൂപ്പ് ആദ്യം കുടിച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആണത്. പിന്നെ പിസ്സ വന്നപ്പോൾ എല്ലാവരും പല പിസ്സകൾ വന്നു. ഞാൻ ഫോട്ടോഷൂട്ടിൻ്റെ ഇതിൽ ബിസിയായിരുന്നു. എല്ലാവർക്കും അറിയാം സുനില മാം വീഡിയോ എടുക്കുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം വളരെ നല്ലതായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ എൻജോയ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. മുന്നത്തെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവരെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെയും ഇവിടത്തെയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ, നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കമൻറ്റിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യണേ. നിങ്ങളിൽ നിന്ന് ഓരോ കമൻറ്റും അല്ലെങ്കിൽ ലൈക്സൊക്കെ കിട്ടുമ്പോഴാണ് എനിക്കതൊരു മോട്ടിവേഷൻ ആവണത്. ഞാനിവിടെ ടീച്ചേഴ്സായിട്ട് എൻജോയ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ ടീച്ചർ കാരണം ഒരെണ്ണം പോയത്. അപ്പോൾ നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.